ഹലോ എവരിവൺ, വെൽക്കം ടു ദി വുമൺ ഓഫ് ഓണർ സീരീസ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ ദിവസം സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ദിനമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ എ ഹാപ്പി ആൻഡ് എ ഹാപ്പി ഡേ. ഇന്ന് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ പൊതുവായിട്ടുള്ള ജീവിതത്തെക്കുറിച്ചും ഹെൽത്തിനെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ നമ്മൾ ധാരാളമായി കേട്ടിട്ടുണ്ടല്ലോ ജപ്പാൻകാരെക്കുറിച്ച്. അവരുടെ പേഴ്സണാലിറ്റി കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അത്രയധികം തടിച്ചു കൊഴുത്ത ആൾക്കാർ തീരെ കുറവാണ്. തന്നെയല്ല, അവരുടെ ഭക്ഷണ രീതി വളരെ ലിമിറ്റഡായിട്ടുള്ള ഭക്ഷണം, അവർ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കുന്നവർ, അധികം മാത്രമൊന്നല്ല അനേകരും നല്ല ആയുസ്സും ആരോഗ്യമുള്ളവരാണ്. പ്രത്യേകിച്ച് ദീർഘായുസ്സുള്ള ആൾക്കാരൊക്കെ ഒരുപാടുണ്ട്. അതിൻ്റെയൊക്കെ രഹസ്യങ്ങൾ പലതുമുണ്ട്. എന്നാൽ നമുക്ക് ചെറുതായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന, നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതായ ചില കാര്യങ്ങളെ മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയാണ്. അതായത് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം ഒക്കിനാവോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജപ്പാനിലെ ഒരു ഗ്രാമം. ആ ഗ്രാമത്തിൽ അനേകരും കർഷകരും അങ്ങനെയുള്ള ജനങ്ങളാണ് അധികമുള്ളത്. അവരുടെ ഒരു ജീവിത രീതി എന്ന് പറഞ്ഞാൽ അവർ 80% ആൾക്കാരും ആഹാരം വയറ് നിറയെ കഴിക്കില്ല എന്നുള്ളതാണ്. അത് പൊതുവായിട്ട് പറഞ്ഞാൽ 100% ആൾക്കാരും 80% മാത്രമേ ഫുഡ് കഴിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ബാക്കി 20% അവർ ഇതായിട്ട് ഫ്രീ ആയിട്ട് വിട്ടേക്കും. വളരെയധികം അവർ ശരീരം ശ്രദ്ധിക്കുന്നു എന്നുള്ളതൊന്ന്. ഒന്നാമത്തെ കാര്യം സൗണ്ട് മൈൻഡ് എന്ന് പറഞ്ഞാൽ വളരെ ഇതായിട്ടുള്ള സൗണ്ട് എന്ന് പറഞ്ഞാൽ എക്സലൻ്റ് എന്ന് തന്നെ പറയാം, അങ്ങനെയുള്ളൊരു മനസ്സ്. അതുപോലെ തന്നെ സൗണ്ട് ബോഡി, നമ്മുടെ ശരീരത്തിൻ്റെ ഹെൽത്ത്. പറ്റാവുന്ന രീതിയിലെല്ലാം അവർ എക്സസൈസ് ചെയ്യും, യോഗ എക്സസൈസും ചെയ്യും. എന്നാൽ മുഖ്യമായിട്ട് അവർ ജോലികൾ എടുക്കുന്നത് കൂടെ തന്നെ അല്ലാതെ അവർക്ക് കിട്ടുന്ന ഫ്രീ ടൈമിലൊക്കെ എക്സസൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയാണ്, വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു ഒരു 10-12 വർഷം മുമ്പ് എൻ്റെ സഹോദരൻ ചൈന വിസിറ്റ് ചെയ്യാനായിട്ട് പോയിട്ട് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവിടെ ജോലി സമയം കഴിഞ്ഞിട്ട് പാർക്കുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഓഫീസ് കഴിഞ്ഞ് നേരെ ജോലി കഴിഞ്ഞ് നേരെ പാർക്കിൽ പോകുന്നു, എക്സസൈസ് ചെയ്യുന്നു, അതിന് ശേഷമാണ് അവർ വീട്ടിലേക്ക് പോകുന്നത്. നമ്മൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. കാരണം ഞാൻ ജോലി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ വീട്ടിലേക്കാണ് പോകുന്നത്. നമ്മൾക്ക് എക്സസൈസിനോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനൊന്നും സമയം കണ്ടെത്താനായിട്ട് വലിയ താല്പര്യമില്ല. പിന്നെ മറ്റുള്ളവരുടെ സമ്മർദ്ദവും രോഗത്തിൻ്റെ കഷ്ടമൊക്കെ വരുമ്പോഴാണ് എക്സസൈസിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെങ്കിൽ അങ്ങനെ ചൈന, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ആ ജനങ്ങൾ അവരെ തന്നെ സൂക്ഷിക്കുന്നു എന്നുള്ളത് നമുക്കൊരു മോഡലായിട്ട് എടുക്കാവുന്ന കാര്യമാണ്. നമ്മൾക്ക് ആവശ്യമായ ഭക്ഷണം മാത്രം കഴിക്കുക, ആരോഗ്യകരമായ ഭക്ഷണം മാത്രം കഴിക്കുക, ആവശ്യമില്ലാത്ത ഫാസ്റ്റ് ഫുഡുകൾ കഴിക്കാതിരിക്കുക, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് അലർജി ഉണ്ടാക്കുന്ന ഒന്നും കഴിക്കാതിരിക്കുക. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എപ്പോഴും നമ്മുടെ ശരീരത്തിന്, നമ്മളുടെ പ്രായത്തിനും നമ്മളുടെ ജോലിക്കും അനുസൃതമായി ഉള്ള അതിന് പറ്റുന്നതായതും അതിന് ആവശ്യമുള്ളതായ ആഹാരം മാത്രം കഴിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെയാണ് നന്നായി ഉറങ്ങണം എന്നുള്ളത്. നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, ഏർലി ടു ബെഡ് ആൻഡ് ഏർലി ടു റൈസ് എന്ന്. നമ്മളുടെ പൂർവികരുടെ കാലം നോക്കിക്കഴിഞ്ഞാൽ അന്ന് ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാഞ്ഞ കാലത്ത് അവരൊക്കെയും ആഹാരം കഴിച്ച് നേരത്തെ തന്നെ 8 മണിക്കെല്ലാം ഉറങ്ങുന്നതായിട്ടുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർ ഏറ്റവും വേഗം 4-4:30 മണിക്ക് തന്നെ എഴുന്നേക്കും, അല്ലെങ്കിൽ 5 മണിക്കെങ്കിലും എണീക്കും എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് അവർ വേഗം ജോലികൾക്കൊക്കെ പുറപ്പെടുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. വേഗം കിടക്കുകയും വേഗം എണീക്കുകയും ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാത്രി 1 മണി അല്ല 2 മണിയായാലും നമ്മളുടെ ഈ മൊബൈൽ ഫോണുകളിലും അതുപോലെ തന്നെ ഈ മീഡിയയിലൊക്കെ ശ്രദ്ധ തിരിച്ച് വെച്ചുകൊണ്ട് നമ്മളുടെ ഉറക്കത്തെയും
നമ്മൾ നശിപ്പിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ നശിപ്പിച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ആരോഗ്യത്തെ തീർച്ചയായിട്ടും ബാധിക്കുന്നുള്ളതാണ്. ഇന്നത്തെ യുവതലമുറ അവർക്കൊന്നും മനസ്സിലാകുന്ന എല്ലാം അറിയാം, പക്ഷെങ്കിൽ അമേരിക്കയിൽ രാത്രി ആയിരിക്കുമ്പോൾ നമുക്ക് പകലാണ്. അന്നേരം അവർ കിടന്നുറങ്ങും. നമുക്ക് എല്ലാവരും അല്ല കേട്ടോ, ചിലരെ പറ്റിയാണ് ഞാൻ പറയുന്നത്. നമുക്ക് രാത്രിയാകുമ്പോൾ അവർ ഉണർന്നെഴുന്നേക്കും. അപ്പോൾ അമേരിക്കയിൽ പകലാണ്. ഇങ്ങനത്തെ ഒരു രീതിയിലേക്ക് പ്രത്യേകിച്ച് BPO കൾച്ചറൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് ജനങ്ങൾ അത് ബൈ ഫോഴ്സ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾക്ക് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും രാത്രിയെല്ലാം ഉണർന്നെഴുന്ന് ശരിയായിട്ടുള്ള ഉറക്കമില്ലാതെ നമ്മുടെ ബുദ്ധിയെ തന്നെ മന്ദീഭവിപ്പിക്കുന്ന നമ്മുടെ രോഗങ്ങളെ വിളിച്ചു വരുത്തുന്നതായ ഒരു കണ്ടീഷനിലേക്ക് പോകാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ നന്നായി ഉറങ്ങണമെന്നുള്ളതും നമുക്ക് ഉള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വളരെ അത്യാവശ്യമായ കാര്യമാണ്. അതുപോലെ തന്നെ പറയേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ റിലാക്സ്ഡായിട്ട് ജീവിക്കുക എന്നുള്ളത്. അപ്പോൾ പറയും ഈ പ്രശ്നങ്ങളുടെ എല്ലാം നടുവിൽ നമ്മളങ്ങനെ റിലാക്സ് ആകാൻ പറ്റും. നമുക്കെങ്ങനെ നമ്മുടെ പ്രശ്നത്തിന് നടുവിൽ അങ്ങനെ ഒരു പ്രയാസവും ഇല്ലാതെ ഒരു സങ്കടവും ഇല്ലാതെ അല്ലെങ്കിൽ നമുക്ക് സ്ട്രെസ്സാകാതെ എങ്ങനെ പറ്റുമെന്ന് നമ്മളോട് തന്നെ ചോദിക്കുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷനായിട്ട് വരും. പക്ഷെങ്കിൽ നമ്മൾ ഈ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനായിട്ട് നമ്മൾ ചിന്തിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ സ്ട്രെസ് ഔട്ട് ആകുന്നതുകൊണ്ടോ സാധിക്കുന്നില്ല. അതിന് ശരിയായ രീതിയിൽ ചിന്തിച്ച് അതിന് വേണ്ടതായ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ പ്രശ്നങ്ങൾക്ക് പരിഹാരമുള്ളൂ. ഇപ്പോൾ സാമ്പത്തികമായിട്ടും പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ സ്ട്രെസ് ഔട്ട് ചെയ്ത് മാത്രം അതിനെ പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതിന് വേണ്ടതായ തീരുമാനങ്ങൾ എടുക്കുവാനും അതിനുള്ള സ്റ്റെപ്പുകൾ എടുക്കുവാനും നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം നമ്മുടെ മൈൻഡിനെ വന്നിട്ട് റിലാക്സ്ഡ് ആക്കി വെക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ BP കൂടുന്നു, BPന്ന് ഷുഗർ വരുന്നു, നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ധാരാളമായി ഉണ്ടാകും. ചിലർക്ക് മൈഗ്രെയിൻ വരുന്നു. നമുക്ക് സ്ട്രെസ് എന്നുള്ളത് വളരെയധികം നമ്മളുടെ ശരീരത്തെ ബാധിക്കുന്നതും രോഗങ്ങളെ കൊണ്ടുവന്ന് തരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കുവാനായിട്ട് നമ്മളുടെ മനസ്സിനെ തന്നെ കാമാക്കി നമുക്ക് അതിനുള്ള മെഡിറ്റേഷൻ, യോഗയൊക്കെ ഇതെപ്പോഴും പറയുന്നതാണെന്ന് തോന്നും, എന്നാൽ അത് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് യോഗ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു കാമായിട്ട് കുറച്ച് ദൂരം വെറുതെ നടക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പാർക്കുള്ളവർക്കാണെങ്കിൽ പാർക്കിൽ പോകുക, അല്ലാതെ ഉള്ളവർക്ക് വെറും ചുറ്റുപാട് മരങ്ങളും ചെടികളും ഉള്ള സ്ഥലമുള്ളവർക്കാണെങ്കിൽ അതിലൂടെ നടന്നാലും മതി. നമ്മളുടെ മൂഡ് ചേഞ്ച് ആകും എന്നുള്ളതാണ്. നമ്മൾ ഇലകൾ, ചെടികൾ, കിളികൾ, മരങ്ങളൊക്കെ കാണുമ്പോൾ ആ നേച്ചറുമായിട്ട് നമ്മൾ കുറച്ച് നേരം നമ്മുടെ സമയം സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്നതായിട്ട് കാണാം. നമ്മളുടെ പ്രശ്നങ്ങളുടെ നടുവിൽ നമുക്ക് അത് ഇട്ടിട്ട് ഓടാൻ സാധിക്കത്തില്ല. പ്രശ്നങ്ങളെ ഫേസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോഴെന്താണ്, എന്ത് വന്നാലും നാളെ ഇതിന് മാറ്റം ഉണ്ടെന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അതായത് ഇതും കഴിഞ്ഞു പോകുമെന്നുള്ള നമ്മൾ പുതിയതിനെ സ്വീകരിക്കാനായിട്ട് നമ്മളുടെ ഇന്നത്തെ പ്രശ്നത്തെ വലുതാക്കി കാണാതെ ആ പ്രശ്നത്തിന് മേലെയുള്ളൊരു ദൈവത്തെ നമ്മൾ കാണുക. ഈ പ്രശ്നങ്ങളെ കഴിഞ്ഞും വലിയവനായിട്ടുള്ള ദൈവമാണ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത് ആ ഒരു വിശ്വാസം, മതം, ജാതി ഒന്നും അതിന് ബാധകമല്ല. എല്ലാവർക്കും ഒരേ ദൈവമാണല്ലോ. അപ്പോൾ നമ്മളുടെ പ്രശ്നങ്ങൾ പലർക്കും പലതരമായ പ്രശ്നമാണ്. പ്രശ്നത്തിൻ്റെ മേലെ നിൽക്കുന്നതും പ്രശ്നത്തിനേക്കാൾ വലിയവനുമാണ് നമ്മുടെ കൂടെയുള്ളതെന്ന് നമ്മൾ വിശ്വസിക്കുക. ആ ധൈര്യത്തോടു കൂടി നമ്മൾ ജീവിക്കുക. ഇങ്ങനെ നമുക്ക് മൈൻഡിനെ റിലാക്സ് ആക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെയുള്ള മറ്റൊരു കാര്യമാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ ഇടപെടാതിരിക്കുക. നമ്മളെ തന്നെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യണം. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ തലവയ്ക്കാതെ നമ്മൾ പോസിറ്റീവായിട്ടുള്ള ജനങ്ങളുമായി കൂടുതൽ മിങ്കിൾ ചെയ്യുവാനും അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള ആശയങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുവാനും അതിനെക്കുറിച്ച് വായിക്കുവാനും അതുപോലെ നമ്മളുടെ വായനാശീലം വളർത്തുവാനൊക്കെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ്സ് ഒരു പരിധി വരെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്തായാലും വളരെയധികം ആവശ്യമായ ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് നമുക്ക് നമ്മളുടെ ഭക്ഷണക്രമത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ ശരീരത്തെ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതും നമ്മുടെ മനസ്സിനെ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതും ഇത് നമ്മുടെ കയ്യിൽ മാത്രമുള്ള കാര്യമാണ്. അത് വേറെ ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നമുക്ക് ആരെയും ബ്ലെയിം ചെയ്യാനും പറ്റില്ല. നമ്മളുടെ ജീവിതത്തെ നമ്മൾ തന്നെ വേണം നോക്കാനായിട്ട്. നമ്മളെ സ്നേഹിക്കാൻ മറ്റാരും ഇല്ലെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ തന്നെ നമ്മളെ സ്നേഹിച്ചില്ല പിന്നെ വേറെ ആരാണ് നമ്മളെ സ്നേഹിക്കുന്നത്? അപ്പോൾ നമ്മളുടെ ആരോഗ്യം നമ്മുടെ ആവശ്യമാണ്. നമ്മളുടെ വെൽബീയിങ് നമ്മുടെ ആവശ്യമാണ്.
അപ്പോൾ നമ്മളെ തന്നെ നമുക്ക് നന്നായി സൂക്ഷിക്കാം, നന്നായി ഉറങ്ങാം, നന്നായി നമുക്ക് ആഹാരം കഴിക്കാം. ഒരുപാട് കഴിക്കാതെ ആവശ്യത്തിനുള്ള ആഹാരം മാത്രം കഴിച്ച് നമുക്ക് കഴിവതും നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിലേക്ക് ഞാൻ വീഡിയോ ചുരുക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇതിൽ കേട്ട് എൻ്റെ എല്ലാ സ്നേഹിതർക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ ടു ഓൾ. ബൈ.